ഗൈസ് ലാസ്റ്റ് 100 ഡേയ്സ് സ്റ്റഡി പ്ലാൻ ആണ്. വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഈ ലാസ്റ്റ് 100 ദിവസം കൊണ്ട് എങ്ങനെ പഠിച്ചിട്ട് നല്ലൊരു ഗവൺമെന്റ് MBBS സീറ്റ് കിട്ടാമെന്നുള്ള അടിപൊളി സ്റ്റഡി പ്ലാൻ ആണ്. ഇത് യൂട്യൂബിൽ ഇതുവരെ ആരും തന്നെ പറയാത്ത സ്റ്റഡി പ്ലാൻ ആണ്. ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി 1 മണിയാണ്. ഓക്കെ, ഒരുപാട് എഫേർട്ട് എടുക്കുന്നുണ്ട് ഇപ്പൊ നിങ്ങളിലോട്ട് ഈ ഒരു കണ്ടന്റ് എത്തിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഇടുന്ന എല്ലാ കണ്ടന്റിലും പിന്നിൽ ഒരുപാട് എഫേർട്ട് ഉണ്ട്. അപ്പൊ നിങ്ങൾ തരുന്നൊരു സപ്പോർട്ട് ലൈക്കാണ്. എല്ലാവരും തന്നെ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്ക് മസ്റ്റാണ്, എല്ലാവരും തന്നെ ലൈക്ക് ചെയ്യുക. അപ്പൊ നിങ്ങൾ എനിക്ക് തരുന്ന സപ്പോർട്ട് ലൈക്കാണ്. ഓക്കെ, ഇത്ര കാര്യങ്ങൾ ചെയ്താൽ മതി. ബാക്കി എല്ലാ കാര്യങ്ങളും വീഡിയോയിൽ പറയാം. ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഓക്കെ, അപ്പം ലാസ്റ്റ് 100 ഡേയ്സ് സ്റ്റഡി പ്ലാൻ ആണ്. എൻ്റെ പേര് ഷാഹിദാണ്. സെക്കൻഡ് ഇയർ MBBS സ്റ്റുഡൻ്റ് ആണ്. GMC മഞ്ചേരിയിൽ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് മഞ്ചേരിയിൽ സെക്കൻഡ് ഇയർ MBBS സ്റ്റുഡൻ്റ് ആണ്. ഡെഫിനറ്റ്ലി ഈ ഒരു അല്ലേ, നിങ്ങൾ ഇനി മുതൽ നല്ല അടിപൊളിയായിട്ട് പഠിക്കണം. ഒരു ഫ്രഷ് ആയിട്ട് തന്നെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. ഞാൻ അതിനാണ് ഇപ്പോൾ ഈ ഒരു ഫോട്ടോ കൊടുത്തിട്ടുള്ളത്, ജസ്റ്റ് മോട്ടിവേറ്റ് ആകാൻ വേണ്ടിയിട്ട്. ജസ്റ്റ് 1-2 കാര്യങ്ങൾ പറയാം. ഈ ഒരു പ്ലാൻ വഴി ഒരുപാട് പ്ലാൻസ് പറയുന്നുണ്ട്. രാവിലെ നേരത്തെ എണീക്കാൻ പറ്റാത്തവർക്ക് വേണ്ടിയുള്ള പ്ലാൻ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ കോമൺ ആയിട്ടുള്ളൊരു പ്ലാൻ ഉണ്ടാക്കി തരുന്നുണ്ട്. അതുപോലെ തന്നെ ഹോസ്റ്റലൈസിനും ഡാസ് കോളേജിനൊക്കെ വേണ്ടിയിട്ടുള്ള അടിപൊളി പ്ലാനും പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ സോഷ്യൽ മീഡിയ റെസ്ട്രിക്റ്റഡ് അല്ല. 7 അവർ നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റും. അതുപോലെ തന്നെ ബ്രേക്സ് ഉണ്ട് ഇൻ ബിറ്റ്വീൻ. ടൈം ടു കവർ ബാക്ക്ലോഗുകളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ റിവിഷൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു പ്ലാൻ പറഞ്ഞ് ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല. ജസ്റ്റ് എല്ലാവരും തന്നെ എന്ത് ചെയ്യുക, സ്ക്രീൻഷോട്ട് എടുക്കുക. ഞാൻ എന്ത് ചെയ്യാം, ഈ ഒരു സാധനം ഒഴിവാക്കി തരാം. എല്ലാവരും തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. രാവിലെ 7:30 സ്റ്റാർട്ട് ചെയ്യുന്ന പ്ലാനറാണ്, റിവിഷൻ ആണ്. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് രാത്രി കുറച്ച് ടൈം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിവിഷൻ. ഈ ടൈമിൽ നിങ്ങൾ ബാക്ക്ലോഗ് കവർ ചെയ്യുക. പിന്നെ ബ്രേക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്താൽ മതി. പിന്നെ ഈ ഒരു പ്ലാനിൽ എങ്ങനെയൊക്കെയാണ് നിങ്ങളെ ഷെഡ്യൂള് പ്ലാൻ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ഇതിൽ കൊടുത്തിട്ടുണ്ട്. എത്രത്തോളം അവർ പഠിച്ചിട്ടുണ്ട്, അതായത് 13 അവർ ഓഫ് സ്റ്റഡി, 3 അവർ ഓഫ് എന്താണ് ബ്രേക്കാണ്. ഓക്കെ, റെഡി. പിന്നെ വേറെ കാര്യം പറയാനുള്ളത്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറയാനുള്ളത്, നിങ്ങൾ നമ്മളെ വാട്സപ്പ് കമ്മ്യൂണിറ്റി, ദിസ് ഈസ് ടെലഗ്രാം കമ്മ്യൂണിറ്റി, ദിസ് ഈസ് വാട്സപ്പ് കമ്മ്യൂണിറ്റി, ഇതിൽ 4K+ ഉണ്ട്. പണ്ടെടുത്ത സ്ക്രീൻഷോട്ടാണ്. ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ഷോർട്ട് നോട്ട് മൈൻഡ് മാപ്പ് നമ്മൾ ആൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഷോർട്ട് നോട്ട് മൈൻഡ് മാപ്പ് ഒന്നും ഉണ്ടാക്കാനുള്ള ടൈമില്ല. ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. എല്ലാ കാര്യങ്ങളും വീഡിയോയിൽ പറയാം. ഓക്കെ, ഇതാണ് പ്ലാനർ, ഡെയിലി പ്ലാനർ. ഇത് ഞാൻ പുതിയ ഉണ്ടാക്കിയ പ്ലാനറാണ്. ഓക്കെ, ഒരു കോമൺ ഒരു എന്താ പറയുക ഏർലി ബേർഡും അല്ല, അതായത് ഒരു നേരത്തെ എണീക്കേണ്ട ആവശ്യമില്ല, ഒരു നോർമൽ, അതായത് ലേറ്റ് ആയിട്ട് എണീക്കണം വേണം, നേരത്തെ എണീക്കും വേണ്ട, ഒരു സാധാരണ എല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റുന്ന പ്ലാനർ. 6:30 എണീക്കുന്ന പ്ലാനറാണ്. 8:30 വരെ, 7:30, 8:30 എന്ത് ചെയ്യാം, ബയോളജി റിവിഷൻ മസ്റ്റായിട്ട്. ലാസ്റ്റ് 100 ഡേയ്സ് നിങ്ങൾ ചെയ്യേണ്ടത് ബയോളജി റിവിഷൻ ആണ്. ഈ ടൈമിൽ ചെയ്യേണ്ടത് ബയോളജി ഇന്നലെ എടുത്ത ടോപ്പിക് ഇന്ന് പഠിക്കലല്ല, റിവിഷൻ ആണ് ചെയ്യേണ്ടത്. ഓക്കെ, റിവിഷൻ ഡെഫിനറ്റ്ലി. പിന്നെ 9 to 11 ഏകദേശം 2 മണിക്കൂർ എന്ത് ചെയ്യുക, ഫിസിക്സോ അല്ലെങ്കിൽ കെമിസ്ട്രിയോ ക്ലാസ് കേൾക്കുക. ഓക്കെ, അപ്പൊ 8:30 മുതൽ 9 മണി വരെ അരമണിക്കൂർ എന്താണ്, യെസ്, ബ്രേക്ക്ഫാസ്റ്റ് ആണ്. പിന്നെ 11:15 to 1:15 അടുത്ത ക്ലാസ്, ബയോളജിയോ ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് കേൾക്കുക, കെമിസ്ട്രിയോ ഫിസിക്സോ. 2 to 4 എന്ത് ചെയ്യുക, ഫിസിക്സ് നിങ്ങളെ ഇഷ്ടം ക്ലാസ് കേൾക്കുക. അപ്പോൾ 3 ക്ലാസ് തീർന്നു. 4 മണി മുതൽ 4:30 വരെ എന്താണ്, ടീ ബ്രേക്ക് ആണ്. ബ്രേക്ക് കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് ഒരു അരമണിക്കൂർ ലാവിഷായിട്ട് ടീ ഒക്കെ കുടിച്ചിട്ട് നിങ്ങൾ എൻജോയ് ചെയ്യാം. ഓക്കെ, പിന്നെ എന്ത് ചെയ്യുക, 5 മുതൽ 7 വരെ, അതായത് 5 മണി, 6 മണി, 7 മണി, ഏകദേശം 2 മണിക്കൂർ എന്താണ്, യെസ്, ഫിസിക്സ് പഠിക്കാനാണ്. അതായത് റിവിഷൻ അല്ല, പഠിക്കല്, ഫിസിക്സ് പഠിക്കലാണ്. ഓക്കെ, പിന്നെ എന്ത് ചെയ്യുക, 7 to 9 കെമിസ്ട്രി പഠിക്കലാണ്, റിവിഷൻ അല്ല. ഞാനിത് എടുത്ത് പറയുന്നുണ്ട്, റിവിഷനുള്ള ടൈമൊക്കെ വെക്കാം. പിന്നെ 9:30 മുതൽ 11:30 വരെ ഇതിലെന്ത് ചെയ്യാം, ഇതിലൊരു 1 അവർ ബയോളജി പഠിക്കുക, 1 അവർ എന്ത് ചെയ്യുക, യെസ്, റിവിഷൻ ചെയ്യുക. റിവിഷൻ എങ്ങനെ, ജസ്റ്റ് ഒരു 10 മിനിറ്റ് കൊണ്ട് ഫിസിക്സ് ഇക്വേഷൻസ് ഒക്കെ ജസ്റ്റ് റിവിഷൻ ചെയ്യാം, നിങ്ങൾക്ക് മറന്നു പോകുന്ന ചാപ്റ്റേഴ്സ്. പിന്നെ എന്ത് ബാക്കിയുള്ള ടൈം ക്വസ്റ്റ്യൻസോ എന്തെങ്കിലും നിങ്ങൾ ഇഷ്ടമുള്ളത് ചെയ്യാം, ഫിസിക്സോ കെമിസ്ട്രിയോ അതൊക്കെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, 14 മണിക്കൂർ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു പ്ലാനർ വഴി പഠിക്കാൻ പറ്റും. ഇത് എന്ത് ചെയ്യുക, സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാലും മതി. ഓക്കെ, യെസ്, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്റ്റഡി പ്ലാൻ ഫോർ ഹോസ്റ്റലേഴ്സ് ആൻഡ് ഡാസ് കോളേഴ്സിനും അതുപോലെ തന്നെ ഹോസ്റ്റലേഴ്സും. ഡാസ് കോളേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ MBBS ഡാസ് കോളറാണ്. എനിക്കൊക്കെ ഫോളോ ചെയ്യാൻ പറ്റുന്ന, ഇപ്പോൾ MBBS എക്സാം ഒക്കെ വരുമ്പോൾ പഠിക്കാൻ പറ്റുന്ന പ്ലാനർ ഞാൻ ഉപയോഗിച്ച പ്ലാനറാണ്. 6 to 7, 6-7 1 മണിക്കൂർ എന്ത് ചെയ്യുക, ബയോളജി. റിവിഷൻ അല്ല, പഠിക്കലാണ്. ഇന്ന് ക്ലാസ്സിലത്തെ ടോപ്പിക് ഇന്ന് പഠിക്കേണ്ടത്. ഓക്കെ, 7 to 9 2 മണിക്കൂർ എന്ത് ചെയ്യുക, ഫിസിക്സ് പഠിക്കുക. പിന്നെ ഒരു എന്താ പറയുക, ഡിന്നർ ഉണ്ട് നിങ്ങൾക്ക്. പിന്നെ നിങ്ങൾക്ക് 9:30 മുതൽ 11:30 വരെ 2 മണിക്കൂർ എന്ത് ചെയ്യുക, കെമിസ്ട്രി പഠിക്കുക. അപ്പോൾ എപ്പോഴും റിവിഷൻ ചെയ്യും. റിവിഷൻ രാവിലെ ചെയ്യുന്നുണ്ട്. രാവിലെ നേരത്തെ എണീച്ചിട്ട് നിങ്ങൾ രാവിലെ റിവിഷൻ ചെയ്യുക. അങ്ങനെയാണ് ഡാസ് കോളേജും ഹോസ്റ്റലേഴ്സും ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ എല്ലാ ടോപ്പിക്കിന്റെ റിവിഷനും കഴിഞ്ഞിട്ടുണ്ട്. എത്ര അവേഴ്സ് പഠിച്ചിട്ടുണ്ട്, യെസ്, 1 + 2 + 2 അല്ലെ, 1 + 2 + 2 എത്ര,
5 മണിക്കൂർ നിങ്ങൾ ടോട്ടൽ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, വൈകുന്നേരം മുതൽ രാത്രി വരെ പഠിച്ചിട്ടുണ്ട്. രാവിലെ നിങ്ങൾ 2 മണിക്കൂറൊക്കെ റിവിഷൻ ചെയ്യുന്നുണ്ടാവും, 2-3 മണിക്കൂർ. അപ്പോൾ അത് വേറെ. പിന്നെ നിങ്ങൾക്ക് ക്ലാസ്സിൽ നിന്ന് വേറെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഓക്കെ, റെഡി. അപ്പോൾ രാവിലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബയോളജി ഒക്കെ റിവിഷൻ ചെയ്യാൻ പറഞ്ഞതാണ്. പിന്നെ എങ്ങനെ ഫിസിക്സ് എങ്ങനെ ഡീൽ ചെയ്യും, ഹൗ ടു ഡീൽ ഫിസിക്സ് എങ്ങനെ ഡീൽ ചെയ്യും ഈ ഒരു ലാസ്റ്റ് ടൈമിൽ. ഞാൻ പറയുന്ന ഒരു ഫ്ലോ ചാർട്ട് രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. ഈ രീതിയിൽ തന്നെ നിങ്ങൾ ഫോളോ ചെയ്യുക, തീർച്ചയായിട്ടും പെട്ടെന്ന് ടോപ്പിക്ക് തീർക്കാൻ പറ്റും, നല്ല മാർക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, ഷുവറാണ്. ഓക്കെ, ഹൗ ടു ഡീൽ ഫിസിക്സ്. NCERT റീഡിങ് ആവശ്യമാണോ? അല്ല. എന്താണ് അത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. നിങ്ങൾ ആദ്യം എന്തൊക്കെയാണ് ചെയ്യേണ്ടത് പറഞ്ഞാൽ, നിങ്ങൾക്ക് ഒക്കെ സെറ്റാണ്. NCERT റീഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ NCERT ഹൈലൈറ്റ് മാത്രം റീഡ് ചെയ്താൽ മതി. ആ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം മാത്രം ഹൈലൈറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അത് എവിടെ കിട്ടും? നമ്മൾ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. അതിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഫ്രീ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതിനാണ് നമ്മൾ ടെലഗ്രാം ചാനൽ, വാട്സപ്പ് ചാനൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതിൽ ജോയിൻ ചെയ്യുക. ലിങ്ക് താഴെ കമന്റ് ബോക്സിലൊക്കെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, സെറ്റ്. അപ്പോൾ ഫ്ലോ ചാർട്ടാണ് എങ്ങനെ ഫിസിക്സ് എങ്ങനെ ഈ ലാസ്റ്റ് ടൈം പഠിക്കും. ക്ലാസ് കേൾക്കുക, ഉടൻ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്യുക. ക്ലാസ് കേട്ടിട്ട് പഠിക്കാനുള്ള ഒരു ടൈം നിങ്ങൾ സ്പെൻഡ് ചെയ്ത് പഠിക്കലൊക്കെ നിങ്ങൾ ക്ലാസ്സിൽ തന്നെ പഠിക്കുക. പിന്നെ എന്ത് ചെയ്യുക, NCERT ടൈം ഉണ്ടെങ്കിൽ NCERT റീഡ് ചെയ്യുക. ഓക്കെ, ഒരു തവണ പറയുള്ളൂ, ടൈം വീണ്ടും പറഞ്ഞ് ലാഗ് അടുപ്പിക്കുന്നില്ല. പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഒക്കെ പഠിച്ച് സെറ്റാണ്, ജസ്റ്റ് ഒന്ന് മറന്നു പോയതാണെന്നുണ്ടെങ്കിൽ വൺ ഷോട്ട് കാണുക. പിന്നെ അതിൽ തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻ ചെയ്യിപ്പിക്കും. പിന്നെ ടൈം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് സ്വന്തമായിട്ട് ചെയ്യുക. അല്ലെങ്കിൽ 100 ക്വസ്റ്റ്യൻ സീരീസ് വീഡിയോ കാണുക. 100 ക്വസ്റ്റ്യൻ സീരീസ് വീഡിയോ കണ്ടിട്ട് അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, നിങ്ങൾക്ക് സൊല്യൂഷനൊക്കെ അതിൽ തന്നെ ഉണ്ടാവുമല്ലോ. നിങ്ങൾക്ക് ടൈം കുറവാണെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റും. പിന്നെ എങ്ങനെ മോഡൽ എക്സാമിന് എങ്ങനെ പഠിക്കും, മോഡൽ എക്സാമിന് നിങ്ങൾ എങ്ങനെ പഠിക്കും ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് ദിവസം ഗ്യാപ്പ് ഉണ്ട്. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ബുധനാഴ്ച എന്താ പറയുക മോഡൽ എക്സാം ഉണ്ട്, പിന്നെ അടുത്ത മോഡൽ എക്സാം ഉണ്ട് ഞായറാഴ്ച ആണെങ്കിൽ 3 ദിവസം ഗ്യാപ്പ് ഉണ്ട്. 12 ടോപ്പിക്ക് നിങ്ങളെ കയ്യിലുണ്ടാവും. 12 ടോപ്പിക്ക് നിങ്ങളെ കയ്യിലുണ്ട്. ഈ 12 ടോപ്പിക്ക് നിങ്ങൾ എങ്ങനെ 3 ദിവസം കൊണ്ട് പഠിക്കും? ഒരു ദിവസം 4 ടോപ്പിക്ക് പഠിക്കേണ്ടി വരും. ഈ 4 ടോപ്പിക്കിൽ ഒരു ചാപ്റ്റർ ഫിസിക്സ്, ഒരു ചാപ്റ്റർ കെമിസ്ട്രി, ഒരു ചാപ്റ്റർ ഫിസിക്സ്, ഒരു ചാപ്റ്റർ കെമിസ്ട്രി, 2 ചാപ്റ്റർ ബയോ. ഫിസിക്സിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ടഫ് ചാപ്റ്റർ ആയിരിക്കും. ഫിസിക്സിൽ ടഫ് ചാപ്റ്റർ ആകുമ്പോൾ ഇത് 3ഉം സിമ്പിൾ ആയിരിക്കണം. ഈ ഒരു രീതിയിലായിരിക്കണം നിങ്ങളെ ഡിവിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സെറ്റ് അല്ലേ? പിന്നെ ഞായറാഴ്ച രാവിലെ എന്ത് ചെയ്യുക, റിവിഷൻ ചെയ്യുക, ബയോളജി റിവിഷൻ ചെയ്യുക. ഓക്കെ, പിന്നെ ഇക്വേഷൻസ് ഞാൻ NCERT ഹൈലൈറ്റ് ചെയ്യാൻ ജസ്റ്റ് കൊടുത്തിട്ടുള്ള PYQ മാർക്ക് ഹൈലൈറ്റ് ആണ്. ഇത് ഫിസിക്സിനൊക്കെ നിങ്ങൾ ഇത് യൂസ് ചെയ്താൽ മതി. ഓക്കെ, നിങ്ങൾ ആവശ്യമുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അറ്റ് പ്രസന്റ് ഫൈലോജനിക് ക്ലാസിഫിക്കേഷൻ ഓഫ് സിസ്റ്റം ബേസ്ഡ് ഓൺ എവല്യൂഷണറി ഇത് കൊടുത്തിട്ടുണ്ട്. ഇത് ജസ്റ്റ് വായിക്കുന്നതൊക്കെ നീറ്റിന്റെ പ്രീവിയസ് ഇയർ ചോദിച്ചാണ്. ഇത് ഫിസിക്സിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറഞ്ഞതാണ്. ഇത് ബയോളജിന്റെയാണ്. ഫിസിക്സ് ഞാൻ പ്രിന്റ് ചെയ്ത് ഇതിൽ കൊടുത്തിട്ടില്ല. ഞാൻ ഫിസിക്സ് എന്ത് ചെയ്യാൻ നിങ്ങൾക്ക് കിട്ടും. പിന്നെ വീഡിയോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് മെമോനീറ്റ് ആപ്പിന്റെ പുതിയ ഫീച്ചേഴ്സ് പറഞ്ഞുതരാം. അപ്പം മെമോനീറ്റ് ആൾറെഡി ഒരു ജാനുവരി ഒക്കെ ആകുമ്പോഴത്തേക്ക് ഒരു ഫോം വന്ന് പ്ലാനർ ഇട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഒരുപാട് സ്റ്റുഡൻസ് അത് യൂസ്ഫുൾ ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ അവർ ടെലഗ്രാമിൽ ഫ്രീ ഡിസ്കഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഈ ഒരു പ്ലാനർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സ്റ്റുഡൻസിന് ഹെൽപ്ഫുൾ ആയത് ഞാൻ ആൾറെഡി പറഞ്ഞതാണ്. ആ ഒരു പ്ലാനർ മിസ്സായവർക്ക് വേണ്ടിയിട്ട് ഈ മെമോനീറ്റ് ഇപ്പോൾ ഒരു പുതിയൊരു പ്ലാനർ റെഡി ആക്കിയിട്ടുണ്ട്, സംക്രാന്തി പ്ലാനർ എന്നാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്ലാനർ വഴി 3 മാസത്തെ പ്ലാനറാണ്. നിങ്ങൾക്ക് സ്റ്റാർട്ട് ഫ്രം ജനുവരി 22 സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ നിങ്ങളിപ്പോൾ ഹോപ്പ് ലോസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു പ്ലാനർ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ സെറ്റാക്കി പഠിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ എല്ലാവർക്കും ഇത് ഫോളോ ചെയ്യാൻ പറ്റും. കാര്യം 4 മണിക്കാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്, അവരുടെ പ്ലാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിൽ എന്തൊക്കെയാണ് വെച്ച് കഴിഞ്ഞാൽ 18 ടെസ്റ്റ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 18 ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 ക്യുമുലേറ്റീവ് ടെസ്റ്റും അതുപോലെ തന്നെ 10 ഫുൾ ലെങ്ത് ടെസ്റ്റുകളാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ എന്താണ് ക്യുമുലേറ്റീവ് ടെസ്റ്റ്? അപ്പോൾ നിങ്ങൾ 5 ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ ഒരു ടെസ്റ്റ് ഉണ്ടാവും. പിന്നെ അടുത്ത ടെസ്റ്റിൽ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് അടുത്ത 5 ചാപ്റ്റേഴ്സ് പഠിക്കുന്ന ടെസ്റ്റ് ഉണ്ടാവും. പക്ഷേ നിങ്ങൾ പ്രീവിയസ് കാര്യങ്ങൾ നിങ്ങൾക്ക് റിവിഷൻ ആയിട്ട് അതിലും വരുന്നതായിരിക്കും. ഓക്കെ, ഈ ഒരു രീതിയിലായിരിക്കും ക്യുമുലേറ്റീവ് ടെസ്റ്റ് പോകുന്നത്. പിന്നെ ആഫ്റ്റർ 8 ക്യുമുലേറ്റീവ് ടെസ്റ്റ് എന്തായിരിക്കും, ഫുൾ മോക്ക് ടെസ്റ്റ് ഉണ്ടാവും. പിന്നെ ഈ ഒരു ടെസ്റ്റുകൾ നിങ്ങൾക്ക് ബ്രഹ്മസ്ത്ര ടെസ്റ്റ് സീരീസിൽ അവൈലബിൾ ആണ്. പിന്നെ ലാസ്റ്റ് ഇയറിൽ ബ്രഹ്മസ്ത്ര ടെസ്റ്റ് സീരീസിന്റെ സക്സസ് റേറ്റ് ഞാൻ പറഞ്ഞുതരാം. അതായത് ഏകദേശം നിങ്ങൾക്ക് 650, അതായത് നീറ്റിൽ ഏകദേശം 680 മാർക്കോളം, 680 എന്താ പറയുക മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് വരെ ബ്രഹ്മാസ്ത്ര ടെസ്റ്റ് സീരീസ് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കാണാനായിട്ട് പറ്റുന്നതാണ്. അതായത് ബോട്ടണിയിൽ ഏകദേശം, ബയോളജിയിൽ ഏകദേശം 336, അതുപോലെ കെമിസ്ട്രി 168, ഫിസിക്കൽ 176. നിങ്ങൾക്ക് ഇതിന്റെ ഡിവിഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ അല്ലേ, റെഡി. അപ്പോൾ ഞാൻ അടുത്ത കാര്യം പറഞ്ഞുതരാം. ഈ ഒരു നമ്മളെ പ്ലാനർ ഉണ്ടല്ലോ, ഞാൻ നിങ്ങളോട് പറഞ്ഞ പ്ലാനർ, ലാസ്റ്റ് 3 മന്ത് പ്ലാനർ. ഈ പ്ലാനറിന്റെ ഒരു ഷെഡ്യൂൾ 1-2 പേജസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഈ പ്ലാനറിന്റെ നമ്മൾ കയ്യിൽ പ്രിന്റ് ഔട്ട് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പ്രിന്റ് ഔട്ട് എടുത്തിട്ട് ഇത് സെറ്റ് ആക്കാൻ പറ്റും. ഓക്കെ, ഇതിന്റെ എല്ലാ ഡീറ്റെയിൽസും താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെന്റെ ഫ്രണ്ട് പേജ് എന്ന് പറയുന്നത് നിങ്ങൾ അത് കൊടുത്തിട്ടുണ്ട്. സംക്രാന്തി പ്ലാനർ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ലാസ്റ്റ് 3 മന്തിൽ
സെറ്റാക്കാൻ പറ്റുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിൽ എങ്ങനെയൊക്കെയാണ് പഠിക്കേണ്ടത് എന്നുള്ളതൊക്കെ ഞാൻ സ്ക്രീനിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കാം. അതിൽ ഇങ്ങനെ ഓരോ വീക്കിലും എങ്ങനെയാണ് പഠിക്കേണ്ടത്, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓരോ വീക്കിൽ പഠിച്ചു കഴിഞ്ഞാലും ആ ഡെയിലി പഠിച്ചു കഴിഞ്ഞാൽ ടിക്ക് ഇട്ടിട്ട് പോകാനായിട്ട് പറ്റുന്നതാണ്. ഓരോ ടോപ്പിക്സ് കവർ ചെയ്തിട്ട് ഓക്കെ, അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ സ്ക്രീനിൽ കൊടുക്കുമ്പോൾ വളരെ അടിപൊളിയായിട്ട് തന്നെയാണ് ഈ എല്ലാ കാര്യങ്ങളും അവർ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ നോക്കാൻ പറ്റും. അപ്പോൾ അതിൽ എന്തൊക്കെ കൊടുത്തിട്ടുള്ള വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾക്ക് വീക്ക് 1 എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, വീക്ക് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീക്ക് 1 എന്തൊക്കെ പഠിക്കണം എന്നുള്ളതാണ്. ഓക്കെ, സെറ്റ്. അപ്പോൾ വീക്ക് 1 എന്തൊക്കെ കൊടുത്തിട്ടുള്ളത്, ഇപ്പോൾ ബയോളജി എങ്ങനെയൊക്കെ പഠിക്കണം, കെമിസ്ട്രി എങ്ങനെ പഠിക്കണം, ഏതൊക്കെ ടോപ്പിക് പഠിക്കണം, ഫിസിക്സ് എങ്ങനെ പഠിക്കണം. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ഓരോ ടൈമിംഗ് കൊടുത്തിട്ടുണ്ട്. ഓരോ ടൈമിംഗിൽ NCERT ലൈൻ ബൈ ലൈൻ, അതുപോലെ തന്നെ NCERT ലൈൻ ബൈ ലൈൻ എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഓരോ എന്താ പറയുക ലൈൻ ബൈ ലൈൻ ക്വസ്റ്റ്യൻസ് ആണ്. അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. പിന്നെ അങ്ങനത്തെ ഓരോ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾ ഓരോ കാര്യം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടിക്കറ്റ് ഇങ്ങനെ പോയാൽ മതി. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് സെറ്റാക്കാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് ലാസ്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ വീക്കിൽ നിങ്ങൾക്ക് എക്സാമും ഉണ്ടായിരിക്കുന്നതാണ്. ഓക്കെ, ഈ ഒരു രീതിയിലാണ് അവർ എന്ത് ചെയ്യുന്നത്, ഈ ഒരു പ്ലാനർ പോകുന്നത്. ഓക്കെ, പിന്നെ NCERT പിന്നെ ഇതിൽ പറയാനുള്ളത് എന്തൊക്കെ ചെയ്യേണ്ടതെന്ന് അവർ കൊടുത്തിട്ടുണ്ട്. ഇതിൽ NCERT എക്സംപ്ലൈസ് എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. NCERT എക്സാമ്പിൾ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതൊക്കെ എന്താണെന്നൊക്കെ പറഞ്ഞുതരാം. അപ്പോൾ NCERT എക്സംപ്ലൈസ് ഉണ്ട്. നിങ്ങൾക്ക് പ്രാക്ടീസ് ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് ആ ചാപ്റ്റർ വളരെ അടിപൊളിയായിട്ട് സെറ്റാക്കാൻ വേണ്ടിയിട്ടുള്ള ഓരോ സീരീസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെറ്റാക്കി എടുക്കാനായിട്ട് പറ്റുന്നതാണ്. പിന്നെ ഉള്ളത് PYQs ഓർ PYQ സിമിലർ ക്വസ്റ്റ്യൻസ്. നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ PYQ പ്രീവിയസ് ഇയറിൽ അതേ സിമിലർ ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാൻ പറ്റും, ചെയ്തിട്ട് നല്ല രീതിയിൽ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പഠിച്ച് മുന്നോട്ട് പോകാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ NCERT ബേസ്ഡ് PYQ മാർക്കഡ് ക്വിക്ക് നോട്ട്. അതായത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കുറഞ്ഞ ടൈം കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ റിവിഷൻ ചെയ്തിട്ട് സെറ്റാക്കാൻ പറ്റുന്ന ഒരു എന്താ പറയുക പരിപാടി, എന്താ പറയുക ഒരു മെത്തേഡാണ് ഇത് എന്ന് പറയുന്നത്. ഓക്കെ, റെഡി. പിന്നുള്ളത് നിങ്ങൾക്ക് വേറൊരു കാര്യം പറയാനുള്ളത്, ഈ ടെസ്റ്റ് സീരീസ് ഒരുപാട് പേർക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരുപാട് പേര് ഇത് ആൾറെഡി പ്രിന്റ് ഔട്ട് എടുത്തിട്ട് റെഡിയാക്കി സെറ്റാക്കി പഠിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. ഓക്കെ, പിന്നെ നിങ്ങളോട് പറയാനുള്ളത് NCERT ലൈൻ ബൈ ലൈൻ ആണ്. ഓക്കെ, NCERT ലൈൻ ബൈ ലൈൻ ആണ്. NCERT ലൈൻ ബൈ ലൈൻ, ഈ ലൈൻ ബൈ ലൈൻ വഴി ഓരോ ലൈനിന്നും ക്വസ്റ്റ്യൻസ് കൊടുക്കുന്ന രീതിയിലാണ്. അതല്ല NCERT ലൈൻ ബൈ ലൈൻ, ലൈൻ ബൈ ലൈൻ, ലൈൻ ബൈ ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ലൈനിന്നും എന്ത് ചെയ്യുന്നതാണ്, ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന രീതി, ക്വസ്റ്റ്യൻസ് കൊടുത്ത രീതിയിലാണ്. ഇത് ഇങ്ങനെ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് പഠിച്ച് അടിപൊളിയായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, മുന്നോട്ട് പോകാൻ പറ്റും. പിന്നെ ഞാൻ പറഞ്ഞതാണ് ഒരുപാട് പേർക്ക് ഇത് ഹെൽപ്ഫുൾ ആയിട്ട്, ഒരുപാട് പേർക്ക് പ്രിന്റ് ഔട്ട് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യാൻ പറ്റും, PDF ഒക്കെ നിങ്ങൾക്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് അതുപോലെ തന്നെ ഇവിടെ ടെസ്റ്റ് സീരീസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഓൺലൈൻ മോഡിൽ ഓഫ്ലൈൻ മോഡിൽ എഴുതാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ എന്താ പറയുക, നിങ്ങൾക്ക് ഇപ്പോൾ അതുപോലെ തന്നെ ഇതിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഓഫ്ലൈൻ മോഡിലേക്ക് എക്സാം എഴുതാൻ നിങ്ങൾക്ക് OMR സ്കാനിങ് ഫീച്ചറും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ OMR നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്കാൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആപ്പിൽ സ്കാൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഇമ്മീഡിയറ്റ്ലി പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് വിത്തിൻ ഫ്യൂ മിനിറ്റിനുള്ളിൽ നിങ്ങൾക്ക് റിസൾട്ടും കാര്യങ്ങളൊക്കെ കിട്ടും. അതുപോലെ തെറ്റിപ്പോയ ക്വസ്റ്റ്യൻസ് മിസ്റ്റേക്ക് സെക്ഷനും കാര്യങ്ങളൊക്കെ ഇതിലൊക്കെ പോയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ എൻ്റെ കൂപ്പൺ കോഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഓഫ് ഉണ്ടായിരിക്കുന്നതാണ്. ഷാഹിദ് 20 എന്നാണ് എൻ്റെ കൂപ്പൺ കോഡ്. ഈ കൂപ്പൺ കോഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഓഫ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും എല്ലാ ഡീറ്റെയിൽസും താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതുവഴി എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ആപ്പ് ഈ ഒരു ഫീച്ചേഴ്സ് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ ഡിസ്ക്രിപ്ഷൻ ചെക്കൗട്ട് ചെയ്യാം. ഓക്കെ, പിന്നെ എങ്ങനെയാണ് കെമിസ്ട്രി പഠിക്കുക എന്നുള്ളതാണ്. ഹൗ ടു സ്റ്റഡി കെമിസ്ട്രി. ഓക്കെ, വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഫിസിക്സ് ആൾറെഡി പറഞ്ഞു കഴിഞ്ഞ് വളരെ ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, കെമിസ്ട്രി എങ്ങനെ പഠിക്കുക എന്നുള്ളത് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ കെമിസ്ട്രി എങ്ങനെ പഠിക്കും ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ ഒരു 100 മണിക്കൂർ പഠിക്കുന്നുണ്ടെങ്കിൽ 30 മണിക്കൂർ എന്ത് ചെയ്യായിരിക്കും, ഡെയിലി നിങ്ങൾ കെമിസ്ട്രിക്കാണ് ഇപ്പോൾ സ്പെൻഡ് ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ 10 മണിക്കൂർ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ 3 അവർ എന്ത് ചെയ്യണം, കെമിസ്ട്രിക്ക് ആയിരിക്കണം. അതിൽ 5 അവർ എന്തായിരിക്കണം, ഫിസിക്സ് ആയിരിക്കണം. ബാക്കി 2 അവർ എന്തായിരിക്കണം, ബയോളജിക്ക് ആയിരിക്കണം. ഈ ഒരു രീതിയിലായിരിക്കണം നിങ്ങൾ ത്രൂ ഔട്ട് നിങ്ങൾ ഈ 3 മാസത്തെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, റെഡി. ഓക്കെ, അപ്പോൾ 50% ഫോർ ഫിസിക്സ്, 20% ഫോർ ബയോ. പിന്നെ ഓർഗാനിക് വളരെ ഡീറ്റെയിൽ ആയിട്ട് ചെറുതാക്കിയിട്ട് നമ്മൾ ഫ്ലോ ചാർട്ടിൽ കൊടുത്തില്ല. ഓർഗാനിക് എങ്ങനെ പഠിക്കും, ക്ലാസ് കേൾക്കുന്നു, ഡെഫിനറ്റ്ലി ക്ലാസ് കേൾക്കുമ്പോൾ തന്നെ നോട്ട് എഴുതും. യെസ്, ഡെഫിനറ്റ്ലി നോട്ട് എഴുതി കഴിഞ്ഞാൽ നോട്ട് വായിച്ച് ടൈം കളയേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് നോക്കി മനസ്സിലാക്കുക, ജസ്റ്റ് ഇമ്മീഡിയറ്റ്ലി ക്വസ്റ്റ്യൻ ചെയ്യുക. ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞിട്ട് നേരെ NCERT റീഡ് ചെയ്യുക. ഈ ഒരു രീതിയിലായിരിക്കും, ഈ ഒരു ഫ്ലോയിലായിരിക്കും നിങ്ങൾ പോകുന്നത്. NCERT ഒരു തവണ റീഡ് ചെയ്താൽ മതി, പിന്നെ ഹൈലൈറ്റ് ചെയ്ത കാര്യം മാത്രം റിവൈസ് ചെയ്താൽ മതിയാകും. ഓക്കെ, ഇനോർഗാനിക് എങ്ങനെ പഠിക്കും, ക്ലാസ് കേൾക്കുക, നോട്ട് നിങ്ങൾ ആൾറെഡി എഴുതിയിട്ടുണ്ടാവും. അല്ലെങ്കിൽ ക്ലാസ് കേട്ടാൽ ഉടൻ തന്നെ ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്യേണ്ടത്. NCERT റീഡ് ചെയ്യുക, അതിനുശേഷം നിങ്ങൾ ചെയ്യുക, ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. അതിനുശേഷം ഫിസിക്കൽ ആണെന്നുണ്ടെങ്കിൽ ക്ലാസ് കേൾക്കുക. ക്ലാസ്സിൽ കേൾക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, നോട്ട് ചെയ്തിട്ടുണ്ടാവും. നോട്ട് ജസ്റ്റ് നോക്കുക, ജസ്റ്റ് പിന്നെ ഇമ്മീഡിയറ്റ്ലി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യുക.
ഈ ഒരു രീതിയിലായിരിക്കും നിങ്ങൾ എന്ത് ചെയ്യുന്നു പോകുന്നത്. പിന്നെ നിങ്ങൾക്ക് ലാസ്റ്റ് ടൈമിൽ ഒരുപാട് പേർക്ക് വൺ ഷോട്ട് സീരീസ് ഒക്കെ ഹെൽപ്ഫുൾ ആവും. ഞാനൊക്കെ കണ്ട വൺ ഷോട്ട്, ഈ ഒരു വൺ ഷോട്ട് സീരീസ് ഇതുപോലത്തെ വൺ ഷോട്ട് സീരീസ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കാണാൻ നോക്കുക. ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻ ഹിന്ദിയിലൊക്കെ ഇപ്പോൾ വൺ ഷോട്ട് സീരീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള വൺ ഷോട്ട് കാണാൻ ഞാൻ കണ്ടൊരു വൺ ഷോട്ട് ഇതിൽ കൊടുത്തതാണ്, തെർമോഡൈനാമിക്സ്. അപ്പോൾ ഇതുപോലെ വൺ ഷോട്ട് കണ്ടു കഴിഞ്ഞാൽ ലാസ്റ്റ് ടൈമിലൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് കുറഞ്ഞ ടൈമിൽ കൂടുതൽ ടോപ്പിക് പഠിക്കാനുള്ള ഒരു എന്താ പറയുക ഒരു ഇതാവും. ഓക്കെ, റെഡി. പിന്നെ ബയോളജി എങ്ങനെ പഠിക്കും? ബയോളജി നിങ്ങൾക്ക് അറിയുന്ന പോലെ തന്നെ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ സെറ്റ് ആക്കുക. ഓക്കെ, അപ്പോൾ ഞാനൊരു ഐഡിയ ട്രിക്ക് പറഞ്ഞുതരാം. നിങ്ങൾ എക്സാമിൽ നമ്മുടെ മെയിൻ എയിം എന്തായിരിക്കണം? എക്സാമിൽ കൂടുതൽ മാർക്ക് ഇമ്പ്രൂവ് ചെയ്യുക. എങ്ങനെയൊക്കെയാണ് നമുക്ക് എക്സാമിൽ കൂടുതൽ മാർക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നു, അങ്ങനെയൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, എക്സാമിൽ മാർക്ക് ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഞാനൊരു ഐഡിയ പറഞ്ഞുതരാം. ഞാൻ ആ ടൈമിൽ ചിന്തിച്ചുണ്ടാക്കിയ ഒരു മെത്തേഡ് ഐഡിയ ആണ്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്കിപ്പോൾ മോഡൽ എക്സാമിന് 300 മാർക്കാണ് കിട്ടുന്നത്. അതിൽ എന്താണ് 50 നിങ്ങൾക്ക് 300 ബയോളജിയിൽ ഇപ്പോൾ 300 മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഫിസിക്സിൽ 50ഉം കെമിസ്ട്രി 50ഉം കിട്ടിക്കഴിഞ്ഞാൽ 400 മാർക്ക് ഇൻ ടോട്ടൽ കിട്ടി. ഓക്കെ, പിന്നെ ഉള്ളത് 340. ബയോളജിയിൽ മിനിമം നിങ്ങൾ 340 മാർക്ക് നേടിക്കഴിഞ്ഞാൽ അതൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്ത് സെറ്റാക്കി, എന്നാൽ 340 മാർക്ക് ഷുവറാണ്. എന്നിട്ട് കഴിഞ്ഞാൽ ഫിസിക്സിൽ വീണ്ടും കെമിസ്ട്രിയിൽ വീണ്ടും 50 ആണെങ്കിൽ 440 കിട്ടി. പക്ഷേ ഈ 340 നിങ്ങൾ കെമിസ്ട്രിയിൽ ഒരു 100 മാർക്ക് വാങ്ങിക്കഴിഞ്ഞാൽ 490, ഏകദേശം 500 മാർക്കോളം ആയി. ഓക്കെ, 500 മാർക്കായി. പക്ഷേ നമുക്ക് ഫിസിക്സിൽ 50 മാർക്കാണോ കിട്ടില്ല. ഫിസിക്സ് എങ്ങനെയായാലും 100 മാർക്ക് നമുക്ക് ഗെയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ 340, 440, 540, ഏകദേശം 540 മാർക്കായി. പക്ഷേ കെമിസ്ട്രി നമുക്ക് സെറ്റാക്കി പഠിച്ചു കഴിഞ്ഞാൽ 100 മാർക്കാണ് നേടാൻ പറ്റില്ല. എങ്ങനെയായാലും കെമിസ്ട്രിയിൽ എന്ത് ചെയ്യാൻ പറ്റും, ഒരു 130 മാർക്ക് നേടാൻ പറ്റും. യെസ്, അപ്പോൾ എത്രയായി? +30 എത്ര? യെസ്, 70, 570 ആയി. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഓരോരോ സ്റ്റെപ്പ് വൈസ് ഇങ്ങനെ ആയിരിക്കും നിങ്ങൾ മോഡൽ എക്സാമിന് പഠിക്കേണ്ടത്. അതായത് ഇനീഷ്യലി കുറവായിരിക്കും, പിന്നെ ഇങ്ങനെ കൂടി സെറ്റാക്കി കഴിഞ്ഞാൽ നിങ്ങൾ 570 ഒക്കെ ഉള്ളത് 650 ആക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല സ്കോർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നാണ് ഈ ഒരു ചാപ്റ്റർ ഞാൻ പറഞ്ഞത്. ഇത് എൻ്റെ ഒരു പ്രോഗ്രഷൻ ആയിരുന്നു ഇത് എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. നിങ്ങൾ എങ്ങനെയൊക്കെയാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നത്, എങ്ങനെയൊക്കെയാണ് നിങ്ങൾ പഠിക്കേണ്ട ഈ രീതി ബ്ലൂ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എന്താണ്? ക്ലാസ് കേൾക്കുക, NCERT റീഡ് ചെയ്യുക, 100 ക്വസ്റ്റ്യൻ. ഇത് ബയോളജിൻ്റെ കാര്യമാണ്. അതായത് ക്ലാസ് കേട്ടാൽ ഉടൻ തന്നെ എന്ത് ചെയ്യണം? യെസ്, ഉടൻ തന്നെ ക്വസ്റ്റ്യൻസ് അല്ലേ ചെയ്യുക. ഒരു തവണ NCERT റീഡ് ചെയ്യുക. ക്ലാസ് കേട്ടു, ഒരു തവണ NCERT ഒരു ചാപ്റ്റർ റീഡ് ചെയ്തു, പിന്നെ മിനിമം 100 ക്വസ്റ്റ്യൻസ് ഡെയിലി 20 to 30 ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് 2-3 ദിവസം കൊണ്ട്, 4 ദിവസം കൊണ്ട് എന്ത് ചെയ്യുക, ഒരു 100ഓളം ക്വസ്റ്റ്യൻസ് ചെയ്യുക. അതിനുശേഷം വീണ്ടും ഒരു തവണ NCERT റീഡ് ചെയ്തു, പിന്നെ എക്സാമിന് പോവുക. ഷുവറാണ് 340 പ്ലസ് മാർക്ക്. ഈ ഒരു മെത്തേഡ് വഴി ഷുവറാണ്, എൻ്റെ ഒരു മെത്തേഡാണ് ഇത്. ഓക്കെ, റെഡി. പിന്നെ ലാസ്റ്റ് 1 month സ്ട്രാറ്റജി. ലാസ്റ്റ് 1 month എങ്ങനെയായിരിക്കണം നിങ്ങൾ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്? ഇത് ലാസ്റ്റ് 2 monthൻ്റെ ഒരു മെത്തേഡുകളാണ്. ലാസ്റ്റ് 1 month എൻ്റെ ഡിഫറെൻ്റ് ആണ്. ഓക്കെ, ലാസ്റ്റ് 1 month 30 ദിവസം കിട്ടും. 15 ഫുൾ മോക്ക് നിങ്ങൾ എഴുതണം. 15 ഫുൾ മോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ദിവസത്തിൽ ഒരു ഫുൾ മോക്ക്. പിന്നെ ഫുൾ മോക്കുകൾ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിരിക്കും എക്സാംസ് എന്ന് പറയുന്നത്. സിമ്പിളായിട്ട് നിങ്ങൾക്ക് സെറ്റാക്കാൻ പറ്റും എക്സാംസ്. നല്ല സിമ്പിൾ എന്ന് പറഞ്ഞാൽ നീറ്റൊക്കെ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് സെറ്റാക്കാൻ പറ്റും. ഡെഫിനറ്റ്ലി നിങ്ങൾ എന്ത് ചെയ്യണം? റിസൾട്ട് വരുന്ന കാര്യങ്ങളൊന്നും ചിന്തിക്കാം. റിസൾട്ട് വരുന്ന ഡേ, റിസൾട്ട് വന്നു, നീറ്റ് ക്രാക്ക് ചെയ്തു. യു ക്രാക്ക് ഗൈസ്. റിസൾട്ട് വന്നു, നീറ്റ് ക്രാക്ക് ചെയ്തു. ഹാർഡ് വർക്ക് ഹാർഡ് വർക്ക് പേയിങ് ഓഫ്. റിസൾട്ട് വന്നു കഴിഞ്ഞാൽ 4 മാസം ഇതൊരു മോട്ടിവേഷൻ. 4 മാസം റെസ്റ്റ്. നിങ്ങൾ 2 വർഷം പഠിച്ചു അല്ലെങ്കിൽ 3 വർഷം പഠിച്ചു, അതിനുശേഷം 4 മാസം ബുക്ക് എന്ന് പറഞ്ഞ സാധനം ബുക്കേ തൊടണ്ട. ബുക്ക് എന്ന് പറഞ്ഞ സാധനം നിങ്ങൾ ടച്ച് ചെയ്യണ്ട. 4 മാസം റെസ്റ്റ്. 4 മാസം റെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കോളേജിൽ അഡ്മിഷൻ കിട്ടി, കോളേജ് കയറി. 5.5 years ഓഫ് MBBS. വളരെ ലാവിഷായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രോഗ്രാംസ്, എൻജോയ്മെൻറ്റ്, കോളേജ് ലൈഫ് 5.5 വർഷം നിങ്ങൾ എൻജോയ് ചെയ്തു. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്തു? ഡോക്ടർ ആയി കഴിഞ്ഞു. പ്രൗഡ് മൂമെൻറ്റ് അല്ലേ? പിന്നെ നിങ്ങൾക്ക് സാലറി ആയി, നിങ്ങൾ ആ രീതിയിലായിരിക്കും. അപ്പോൾ സെറ്റായിരിക്കും നിങ്ങളുടെ ലൈഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനിയുള്ളൊരു 3 മാസം കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുക. തീർച്ചയായിട്ടും ഡെയിലി 14 ഹവറിൻ്റെ ഷെഡ്യൂൾ ഇടുക, 12+ hours പഠിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നീറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ ഷുവറാണ്. ഗൈസ്, ഇത്ര കാര്യങ്ങൾ നിങ്ങളോട് പറയാനുള്ളൂ. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞ് മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെന്ത് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് എഫേർട്ട് എടുക്കുന്നുണ്ട് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും എനിക്ക് തരുന്ന സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ലൈക്കാണ്, അതുപോലെ തന്നെ സബ്സ്ക്രൈബാണ്. എല്ലാവരും വീഡിയോ കാണുന്ന എല്ലാവരും നീറ്റ് ആസ്പിറൻസ് ആയിരിക്കും, അല്ലെങ്കിൽ കുറച്ച് ഈ ആസ്പിറൻസും ഉണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യും? നിങ്ങൾ തരുന്ന സപ്പോർട്ടിൽ സബ്സ്ക്രൈബും ലൈക്കാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടും ലൈക്ക് ചെയ്തിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യുക. ഒരുപാട് നല്ല മോട്ടിവേഷൻ വീഡിയോസ്, MBBS വ്ളോഗ്സും ഷോർട്ട്സും നമ്മളൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യും. ടോപ്പ് 5 സ്റ്റാക്ക് അറേഞ്ച് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി, ടെലഗ്രാം കമ്മ്യൂണിറ്റിയിലൊക്കെ ജോയിൻ ചെയ്യുക. ഇത്ര കാര്യങ്ങളെ പറയാനുള്ളൂ. സോ
ആൾ ദി ബെസ്റ്റ് ഗൈസ്.